അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 3. ഒരു ദിവസം പത്രോസും യോഹന്നാനും ഉച്ചകഴിഞ്ഞ് 3 മണിക്കുള്ള പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് പോകുകയായിരുന്നു. ജന്മനാ മുടന്തനായ ഒരാളെ ചിലർ ദേവാലയത്തിന്റെ സുന്ദരം എന്ന ഗോപുരത്തിങ്കലേക്ക് എടുത്തുകൊണ്ടുവന്നു. ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിക്കുവാൻ അയാളെ ദിനംപ്രതി അവിടെ ഇരുത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അയാൾ അവരോട് ഭിക്ഷ ചോദിച്ചു. പത്രോസും യോഹന്നാനും അയാളെ ഉറ്റുനോക്കിയിട്ട് ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവരിൽ നിന്നും വല്ലതും കിട്ടും എന്ന ആശയോടെ അയാൾ അവരെ നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയോ പൊന്നോ എനിക്കില്ല, എന്നാൽ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് അയാളെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അയാളുടെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അയാൾ ചാടി എഴുന്നേറ്റ് നിന്നു. നടന്നും തുള്ളിച്ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു. അയാൾ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും എല്ലാവരും കണ്ടു. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവനാണ് അയാളെന്ന് അവർ തിരിച്ചറിഞ്ഞു. അയാൾക്ക് സംഭവിച്ചതിനെക്കുറിച്ച് അവർ ആശ്ചര്യവും വിസ്മയവും നിറഞ്ഞവരായിപ്പോയി. അയാൾ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം ആശ്ചര്യഭരിതരായി. ശലോമോന്റെ മണ്ഡപം എന്ന സ്ഥലത്ത് അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങൾ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇയാളെ നടക്കുവാൻ പ്രാപ്തനാക്കി എന്ന ഭാവത്തിൽ ഞങ്ങളെ എന്തിനുറ്റുനോക്കുന്നു? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്നെ. തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് അദ്ദേഹത്തെ വിട്ടയപ്പാൻ വിധിച്ചിട്ടും നിങ്ങൾ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. പരിശുദ്ധനും നീതിമാനുമായവനെ തള്ളിക്കളയുകയും ഒരു കൊലപാതകിയെ വിട്ടുതരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ജീവന്റെ ഉടയവനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. എന്നാൽ ദൈവം അദ്ദേഹത്തെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. ഇതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവിടുത്തെ നാമത്തിലാണ്, ആ നാമത്തിലുള്ള വിശ്വാസത്താലാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇയാൾ ബലം പ്രാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിലുള്ള വിശ്വാസമാണ് നിങ്ങളെല്ലാം കാണുന്നത് പോലെ ഇയാളെ പൂർണ്ണ സൗഖ്യമുള്ളവനാക്കി തീർത്തത്. സഹോദരരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അജ്ഞത മൂലം ഇത് ചെയ്തുവെന്ന് എനിക്കറിയാം. എന്നാൽ തന്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖേന ദൈവം മുന്നറിയിച്ചത് ഇപ്രകാരം നിറവേറുവാനിടയായി. ഇപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടേണ്ടതിന് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവാകുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. പണ്ടുകാലം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകരിലൂടെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എല്ലാം അവിടുന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന കാലം വരെ യേശു സ്വർഗത്തിലായിരിക്കേണ്ടതാകുന്നു. മോശെ ഇപ്രകാരം പറഞ്ഞുവല്ലോ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിങ്ങൾക്ക് വേണ്ടി ഉയർത്തും. അദ്ദേഹം പറയുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടനുസരിക്കണം. ആ പ്രവാചകന്റെ വാക്കു കേൾക്കാത്ത ഏതൊരുവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും. മാത്രമല്ല, ശമൂവേൽ മുതലുള്ള എല്ലാ പ്രവാചകന്മാരും ഈ നാളുകളെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ഭൂമിയിലെ സകല കുടുംബങ്ങളും നിന്റെ സന്തതിയിലൂടെ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. അപ്രകാരം നിങ്ങൾ ആ പ്രവാചകരുടെയും നിങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെയും മക്കളത്രേ. അങ്ങനെ നിങ്ങളിൽ ഓരോരുത്തരെയും നിങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കേണ്ടതിന് ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു.